ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ പുതിയ ഥാറിൻ്റെ ഇഷ്ടം പോലെ ഇമേജസ് കണ്ടാണ്. ആദ്യം ഇതിൻ്റെ ക്യാമോഫ്ലാജ് ഒക്കെ ഉള്ള ടെസ്റ്റിംഗ് ഇമേജ് കണ്ടു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ മുന്നേ ഈ വാഹനത്തിൻ്റെ ക്യാമോഫ്ലാജ് ഒന്നും ഇല്ലാത്ത ഒരു റെഡ് കളർ വണ്ടി, ഇപ്പോൾ നിങ്ങൾ കാണുന്ന വണ്ടിയുടെ ഇമേജസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് ലീക്ഡ് ഇമേജസ് ആയിരുന്നു. ചിലപ്പോൾ ഈ ലീക്ഡ് ഇമേജ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ മഹീന്ദ്ര വിചാരിച്ചോ നിങ്ങൾ ഫോട്ടോസൊക്കെ കാണിച്ചു തുടങ്ങിയില്ലേ, എന്നാൽ പിന്നെ നമ്മൾ ഒഫീഷ്യലി വണ്ടിയുടെ ടീസർ അങ്ങോട്ട് കാണിച്ചേക്കാം എന്ന് പറഞ്ഞ് ഈ വാഹനത്തിൻ്റെ ഒഫീഷ്യൽ ടീസർ കാണിച്ചിട്ടുണ്ട്. കുറച്ചധികം ഡീറ്റെയിൽസ് അവർ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഈ വണ്ടിയിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യം തന്നെ നമുക്ക് പേരിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഇത്രയും കാലം നമ്മളെല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ വാഹനത്തിൻ്റെ പേര് അർമാഡ എന്നായിരിക്കും എന്നാണ്. ആൻഡ് അങ്ങനെ വിചാരിച്ചാലും നമുക്ക് ആരും തെറ്റ് പറയാൻ പറ്റില്ല. കാര്യം മഹീന്ദ്ര അത് ഇതുവരെ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടില്ലായിരുന്നു. നമുക്ക് കുറച്ച് സ്പെക്കുലേഷൻസ് ഒക്കെ വന്നതാണ്. പക്ഷെ എന്നാലും നമുക്കത് വിശ്വസിക്കാൻ പറ്റുമായിരുന്നു. കാരണം പണ്ട് അർമാഡ എന്ന് പറയുന്നത് മഹീന്ദ്രയുടെ ഒരു ലക്ഷറി വാഹനമായിട്ട് കണക്കാക്കപ്പെട്ടിരുന്ന വണ്ടിയായിരുന്നു. പണ്ട് എന്ന് പറയുമ്പോൾ 90s കാലഘട്ടത്തിൽ. ആ സമയത്ത് ഒരുപാട് വണ്ടികളൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ സിയറയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അതുണ്ടായിരുന്നു, സുമോ ഉണ്ടായിരുന്നു തോന്നുന്ന സമയത്ത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വണ്ടികളുടെയൊക്കെ ഇടയിൽ മഹീന്ദ്രയുടെ ഒരു പ്രീമിയം പൊസിഷനിൽ നിന്നിരുന്ന വണ്ടിയായിരുന്നു ഇത്. പിന്നെ ഒരു സ്പെഷ്യാലിറ്റി പറയാൻ പറ്റുന്നത് ഈ വണ്ടിയും 5 ഡോർ തന്നെയായിരുന്നു, ഹാർഡ് ടോപ്പ് ആയിരുന്നു. അങ്ങനെ കുറേ പ്രത്യേകതകളുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ 5 ഡോർ താറുമായിട്ട് സിമിലാരിറ്റീസ് ഉള്ള വണ്ടിയാണിത് എന്ന് നമുക്ക് പറയാം. പക്ഷേ മഹീന്ദ്ര ചൂസ് ചെയ്തിരിക്കുന്ന പേര് റോക്സ് എന്നാണ്. അവർ ഇൻ്റർനാഷണലി റോക്സോർ എന്ന് പറഞ്ഞൊരു വണ്ടി വിൽക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ അവർ ആ റോക്സോറിൻ്റെ OR കട്ട് ചെയ്ത് കളഞ്ഞ് 2X ഉള്ള റോക്സ് ആക്കി. ഓക്കെ, കുറച്ച് എനിക്ക് പേഴ്സണലി ഇതിൻ്റെ പേരത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കുഴപ്പമില്ല, നമുക്കിപ്പോൾ കുറ്റമൊന്നും പറയാനില്ല. ഞാനിപ്പോൾ എല്ലാ വീഡിയോസിലും എല്ലാത്തിനെയും കുറ്റം പറയുന്നതാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നതേ ഉള്ളൂ. അതിപ്പോൾ നിങ്ങൾ പേഴ്സണലായിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഈ വാഹനത്തിൻ്റെ പേരിനെ പറ്റി എന്താണ് തോന്നുന്നത് തീർച്ചയായും താഴെ കമൻസിൽ പറയാം. എനിക്ക് പേഴ്സണലി കുറച്ചും കൂടെ അർമാഡ എന്ന് പറഞ്ഞ പേരായിരുന്നു താല്പര്യം. എനിവേ നമുക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ ഡിസൈനിലേക്ക് തന്നെ വരാം. മഹീന്ദ്ര ഒഫീഷ്യലി ടീസ് ചെയ്തിരിക്കുന്ന വണ്ടിയുടെ ഡിസൈനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് നമ്മൾ ഇതിനു മുമ്പ് വിത്ത് ക്യാമോഫ്ലാജ് കണ്ട വണ്ടിയായിട്ട് നോക്കുകയാണെങ്കിൽ സിമിലാരിറ്റീസ് ഉണ്ട്. പക്ഷേ അതിൽ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റാണ്ടിരുന്ന കുറച്ച് സംഭവങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ റെഡ് വണ്ടിയിൽ നിങ്ങൾ കണ്ടായിരിക്കും. ബട്ട് എനിവേ നമുക്ക് ഇതിൻ്റെ അകത്ത് ഗ്രില്ലിൻ്റെ ഡിസൈനിൽ വ്യത്യാസം വരുന്നുണ്ട്. ഒരു മുകളിലൊരു പോർഷനും താഴത്തൊരു പോർഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ളൊരു ലൈൻ പോലത്തെ സംഭവം നടുവിൽ വരുന്നുണ്ട്. കുറച്ച് ഓടാണ്. അതുപോലെ ഹെഡ്ലൈറ്റ്സ് എടുക്കുകയാണെങ്കിൽ അത് നല്ലതാണ് കേട്ടോ, അത് പറയാണ്ടിരിക്കാൻ വയ്യ. LED ഹെഡ്ലൈറ്റ്സ് ആണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല ലുക്കുള്ള ഹെഡ്ലൈറ്റ്സ് ആണ്. പിന്നെ നമുക്ക് താഴെ ബമ്പറിൻ്റെ ഡിസൈനൊക്കെ എടുക്കുകയാണെങ്കിലും അത് പണ്ടത്തെ താർ ഇനീഷ്യലി ലോഞ്ച് ചെയ്ത സമയത്ത്, നമ്മുടെ 2020 സെക്കൻഡ് ജനറേഷൻ താർ ലോഞ്ച് ചെയ്തപ്പോൾ താഴെ സിൽവർ സ്കിറ്റ് പ്ലേറ്റ് ഉണ്ടായിരുന്നു. അത് അവർ ഇടയ്ക്ക് വെച്ച് എടുത്ത് കളഞ്ഞതാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് വീണ്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോഗ് ലാംപ്സ് ഉണ്ട്, ഹാലജൻ ഫോഗ് ലാംപ്സ് ആണ്. ശരിക്കും ഫോഗ് ലാംപ്സ് ഹാലജൻ ആണ് നല്ലത്. കാരണം ഈ ഫോഗിൻ്റെ സമയത്തൊക്കെ വിസിബിലിറ്റിയുടെ സമയത്ത് വൈറ്റ് കളർ ലൈറ്റ് വരെയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും കാണില്ല. യെല്ലോ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടാവും എന്ന് പറയാം. പിന്നെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് 5 ഡോറ് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു വ്യത്യാസം ഉണ്ടല്ലോ. അതിന് പുറമെ ബാക്കിലത്തെ ഡോർ തുറക്കാനുള്ള ഓപ്പണിംഗ് സി പില്ലറിനകത്ത് നമ്മുടെ ഡോറിൽ തന്നെ മൗണ്ട് ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ കൺവെൻഷണൽ പൊസിഷനിലല്ല. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ ഇതിൻ്റെ സി പില്ലർ കുറച്ച് കേർവ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതൊക്കെ റാംഗ്ലറുമായിട്ടുള്ള ഡിസൈൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി മഹീന്ദ്ര കൊടുത്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അല്ലെങ്കിൽ ജീപ്പിന് എവിടെ വേണമെങ്കിലും കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റും. ഇൻ്റർനാഷണലി താർ വെക്കാൻ പറ്റാത്തതിൻ്റെ റീസണും അത് തന്നെയാണ്. മഹീന്ദ്ര എവിടെ ഈ വണ്ടി കൊണ്ട് ഇറക്കിയാലും അപ്പം തന്നെ ജീപ്പ് അടുത്ത് തന്നെ കേസ് ഫയൽ ചെയ്യും. ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സിൽ ഒരു റൗണ്ട് റിംഗ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള റിംഗ് ആണ്. ഗൂർഖയിലുണ്ട്, പക്ഷേ അത് തിന്നായിട്ടുള്ള LED റൗണ്ട് ആയിരുന്നു. എന്തായാലും ഇതായിരിക്കും ഈ വാഹനത്തിന് DRLs ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പോകുന്നത്. നടുവിലാണ് ഇതിൻ്റെ മെയിൻ ഹെഡ്ലൈറ്റ്സ് വരുന്നത്. ഡിമ്മും ബ്രൈറ്റും ഒക്കെ അതിൻ്റെ അകത്ത് അവർ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ അത്യാവശ്യം നല്ല രസമുള്ള ഹെഡ്ലൈറ്റ്സ് ആണ്. പൊതുവേ 3 ഡോർ താർ എടുത്തിട്ട് എല്ലാവരും LED ഹെഡ്ലൈറ്റ്സ് ചെയ്യാറുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, കാരണം കമ്പനി തന്നെ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പണ്ടത്തെ DRLs ഉണ്ടായിരുന്ന പോർഷനിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ലൈറ്റൊന്നും ടീസറിൽ അവർ കാണിച്ചിട്ടില്ല. മിക്കവാറും ഇതിൻ്റെ സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് അവിടെ വരാനാണ് ചാൻസ്. കാരണം അവിടെ ഇവർ ഇപ്പോഴും ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അകത്ത് DRL ആയിട്ട് കത്തിച്ചിട്ടുമില്ല. പിന്നെ അടുത്ത ചേഞ്ച് വരുന്നതിൻ്റെ അലോയ്സിൻ്റെ കാര്യത്തിലാണ്. നമുക്കിതിൻ്റെ അകത്ത് നേരത്തെ 3 ഡോർ താറിലുണ്ടായിരുന്ന ഒരു ഗ്രേ ഫിനിഷിലുള്ള ഗൺ മെറ്റൽ ഫിനിഷിലുള്ള 18 ഇഞ്ച് അലോയ് വീൽസ് ആയിരുന്നു. അത് ഹൈ പ്രൊഫൈൽ ടയർസ് ആയിരുന്നു. ഇതിൻ്റെ അകത്ത് പക്ഷേ കണ്ടിട്ട് ടയറിന് അങ്ങനെ ഭയങ്കര ഹൈ പ്രൊഫൈൽ പോലും എനിക്ക് തോന്നിയില്ല. മാത്രമല്ല അലോയ്സിൻ്റെ സൈസ് ആണെങ്കിലും നേരത്തെ ഉണ്ടായിരുന്നതിലും കുറച്ചുകൊണ്ട് വലുതായ പോലെയാണ് തോന്നിയത്. അതായത് 18 ഇഞ്ച് എന്തായാലും മിനിമം കാണും, അതല്ലെങ്കിൽ 19 ഇഞ്ച് വരെ സൈസ് പോകാനും ചാൻസ് ഉണ്ട്. ഞാൻ ഇതിൻ്റെ ടയറിനകത്ത് സൈസ് നോക്കിയായിരുന്നു, പക്ഷേ അത് വായിക്കാൻ പറ്റുന്നില്ല, അത്ര ക്ലിയർ അല്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ഡിസൈൻ ആണെങ്കിൽ പോലും ഡ്യുവൽ ടോൺ ഡയമണ്ട് കട്ട് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അതും കുറച്ച് യൂണിക് ആയിട്ടുള്ളൊരു ടച്ചാണ്. സാധാരണ ഒരു താറിൽ അങ്ങനത്തെ ഡിസൈനുള്ള വീൽസ് ഒന്നും കൊടുക്കാത്തതാണ്. പിന്നെ അവർ പുതിയ ടീസറിൽ കാണിച്ചിരിക്കുന്നതിൻ്റെ സൈഡ് മിറേഴ്സ് ആണ്. അത് പഴയ താർ പോലെ തന്നെയാണ്. നമുക്ക് അതിൻ്റെ അകത്ത് താറിൻ്റെ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. പിന്നെ സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും ഇപ്പോഴും ഒരു മിററിലൊന്നും അല്ല കൊടുത്തിരിക്കുന്നത്, നമ്മുടെ ഫ്രണ്ടലായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ റിയറിൻ്റെ ഡിസൈൻ ഒന്നും ഇല്ലെങ്കിലും അവർ ടെയിൽ ലൈറ്റ്സ് ടീസ് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ 4x4ൻ്റെ ബാഡ്ജിങ് നമുക്ക് കാണാം. ഈ ടെയിൽ ലൈറ്റ്സ് ടീസ് ചെയ്തതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത് നേരത്തെ ഉണ്ടായിരുന്ന താറിലും കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിട്ടുള്ള ടെയിൽ ലൈറ്റ്സ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത് എന്നുള്ളതാണ്. മറ്റേതിനകത്ത് ഈ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ചെറിയ ലൈറ്റ്സ് പോലെയായിരുന്നു കൊടുത്തിരുന്നത്, LED ആയിരുന്നു തോന്നുന്നു. പക്ഷേ എന്തായാലും ഇതിൻ്റെ അകത്ത് മൊത്തത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന C ഷേപ്പ് പോലെയുള്ള ടെയിൽ ലാംപ്സിൻ്റെ ഡിസൈനാണ് വരുന്നത്. കുറച്ചും കൂടെ ഒരു നീറ്റായിട്ട് പ്ലേസ് ചെയ്ത പോലെ ഉണ്ട് ഇതിൻ്റെ ടെയിൽ ലൈറ്റ്സിൻ്റെ ഡിസൈൻ ബാക്കിൽ ഇപ്പോൾ കാണാൻ.
പക്ഷേ മൊത്തത്തിൽ ഇപ്പോഴും LED ആക്കിയിട്ടില്ല. ആ സൈഡിലത്തെ സംഭവം മാത്രമേ LED ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നടുവിൽ വരുന്ന 2 ലൈറ്റ്സ് ഒക്കെ ഇപ്പോഴും ഹാലജൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സും റിവേഴ്സ് ലൈറ്റും ഒക്കെ ആയിരിക്കും അത്. ചിലപ്പം ബ്രേക്ക് ലൈറ്റും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിൻ്റെ അകത്ത് കൊടുത്തേക്കാം. പിന്നെ അവർ കാണിച്ചിരിക്കുന്ന ഫ്രണ്ടിലത്തെ മഹീന്ദ്ര എന്ന് പറയുന്ന ഗ്രില്ലാണ്. അതിൻ്റെ അകത്ത് ഇപ്പോഴും ഒരു പുതിയ മഹീന്ദ്രയുടെ ലോഗോ ഒന്നും കൊടുത്തിട്ടില്ല. മഹീന്ദ്ര എന്ന് പറയുന്ന റൈറ്റിംഗ് ആണ് വരുന്നത്. പിന്നെ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ക്യാമറയും കൂടെ കാണാൻ പറ്റും. ഗ്രില്ലിൻ്റെ നടുവിലായിട്ട് സ്കോർപിയോനിലൊക്കെ കണ്ട പോലത്തെ ഒരു ക്യാമറയാണ് അവർ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതൊരു നല്ല ടച്ചാണ്. കാരണം സ്കോർപിയോനിൽ അവർ ഫ്രണ്ടിലും ബാക്കിലും ഇൻഡിവിജ്വലായിട്ട് ക്യാമറ കൊടുത്തായിരുന്നു. പക്ഷേ അതിൽ 360 ഡിഗ്രി ക്യാമറ ഇല്ലായിരുന്നു. ഈ വണ്ടിയിൽ പക്ഷേ അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. ഫ്രണ്ടിൽ മാത്രമല്ല ക്യാമറ വന്നിരിക്കുന്നത്. ഇതിന് മുമ്പ് വന്ന ആ റെഡ് വണ്ടിയുടെ ഇമേജസ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് സൈഡ് മിറേഴ്സിലും ക്യാമറ കാണാൻ പറ്റുമായിരുന്നു. അതായത് ഇതിൻ്റെ അകത്ത് 360 ഡിഗ്രി ക്യാമറ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ മഹീന്ദ്രയുടെ സ്റ്റൈലാണെന്ന് തോന്നുന്നു. വണ്ടി ഇറക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് കൊടുക്കുക എന്നുള്ളത്. അവർ XUV 3X ഇറക്കിയപ്പോഴും സെയിം സ്ട്രാറ്റജി തന്നെയാണ് ഫോളോ ചെയ്തത്. പിന്നെ പണ്ട് XUV 700 ഇറക്കിയ സമയത്ത് അത് തന്നെയാണ്. അത് പിന്നെ ആ കാലത്ത് വന്നതിൽ വെച്ച് ഭയങ്കര ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ളൊരു വണ്ടിയായിരുന്നു. പക്ഷേ എന്തായാലും ഇങ്ങനൊരു റഫ് ആൻഡ് ടഫായിട്ട് നിൽക്കുന്ന താറിൽ അവർ ഇത്രയും ഫീച്ചേഴ്സ് കൊടുക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല. അക്കാര്യത്തിൽ മഹീന്ദ്ര എന്തായാലും സ്കോർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇൻറ്റീരിയേഴ്സിൽ അവരിപ്പോൾ ഇതുവരെ ടീസ് ചെയ്തിട്ടില്ല ഇൻറ്റീരിയർ. ഇനിയിപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴേക്കും ചെയ്യാമെന്ന് എനിക്കറിയില്ല. കാരണം ഇനി അത്യാവശ്യം സമയമുണ്ട് വണ്ടി ഇറക്കാൻ. അതുകൊണ്ട് അവർക്ക് ഇഷ്ടം പോലെ ടീസേഴ്സ് പുറത്തു വിടാം. എന്തായാലും ബാക്കി ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ നമുക്ക് സ്കോർപിയോ എഞ്ചിൻ്റെ സ്റ്റിയറിംഗ്, അതുപോലെ 10.25 ഇഞ്ച് ഇൻഫോടൈം സിസ്റ്റം, 10.25 ഇഞ്ച് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, പിന്നെ പഴയ സാറിലുണ്ടായിരുന്ന സെയിം AC കൺട്രോൾസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അതുപോലെ ഹാർഡ് ടോപ്പ് ആയതുകൊണ്ട് ഇതിൻ്റെ അകത്തൊരു സിംഗിൾ പെയിൻ സൺറൂഫ് നമുക്ക് തീർച്ചയായും കിട്ടും. അതും ഇതിനു മുമ്പ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടികളൊക്കെ സ്പോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സൺറൂഫിലും ഒരു കുറവും മഹീന്ദ്ര വരുത്തിയിട്ടില്ല. ഇപ്പോൾ പിന്നെ സൺറൂഫ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. എല്ലാവർക്കും സൺറൂഫ് വേണം. അതിപ്പോൾ താറിലാണെങ്കിലും എങ്ങനത്തെ വണ്ടിയിലാണെങ്കിലും സൺറൂഫ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത് എന്നാണല്ലോ സംഭവം. അതുകൊണ്ട് തന്നെ അവരക്കാര്യത്തിൽ കോംപ്രമൈസ് വരുത്താത്ത നന്നായി. പിന്നെ എൻജിൻ ഓപ്ഷൻസിൻ്റെ കേസാണ് ഇനി ഒരു സംഭവമായിട്ട് നിൽക്കുന്നത്. അത് എന്തൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി അറിയാം. 2.2 ലിറ്റർ ഡീസലും 2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ ഒബ്വിയസ്ലി കൺഫേംഡ് ആണ്. പിന്നെ കുറച്ച് കാലം മുന്നേ നമ്മുടെ ഓട്ടോക്കാരൻ്റെ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഈ വാഹനത്തിൽ 1.5 ലിറ്റർ എഞ്ചിൻ വെച്ച് വരുന്ന റിയർ വീൽ ഡ്രൈവ് മോഡൽ ഉണ്ടാവും എന്നും പറയുന്നുണ്ടായിരുന്നു. അതിപ്പോൾ ഈ വണ്ടിയിൽ കൊടുക്കുന്നത് കൊണ്ട് വലിയ ടാക്സിൻ്റെ ബെനിഫിറ്റ് ഒന്നും കിട്ടില്ല. കാരണം എക്സൈസ് ഡ്യൂട്ടിയൊക്കെ സെയിം തന്നെയായിരിക്കും. എബവ് 4 മീറ്റർ വണ്ടിയാണല്ലോ. മറ്റേത് താർ പിന്നെ സബ് 4 മീറ്റർ ആയതുകൊണ്ട് അവർക്ക് 1.5 ഡീസൽ എഞ്ചിൻ കൊടുക്കുകയാണെങ്കിൽ എക്സൈസ് ഡ്യൂട്ടി കുറഞ്ഞു കിട്ടും, 8% ആയി കിട്ടും. ഈ വണ്ടിയിലൊക്കെ 20% അടുത്തായിരിക്കും വരുന്നത്. അതുകൊണ്ട് പ്രൈസ് എന്തായാലും കുറച്ച് കൂടും. ബട്ട് എന്നിരുന്നാൽ പോലും മഹീന്ദ്രയുടെ ഒരു പ്രൈസിങ് സ്ട്രാറ്റജി ഭയങ്കര അഗ്രസീവ് ആയിരിക്കും ഇനീഷ്യലി വണ്ടികൾ ഇറക്കുന്ന സമയത്ത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇവരൊരു 12 lakhs റേഞ്ചിലൊക്കെ തന്നെ ആയിരിക്കാം ഇത് ഇനീഷ്യലി പ്രൈസ് ചെയ്യാൻ പോകുന്നതാണ്. ഒരുപക്ഷെ അതിൽ താഴെ പ്രൈസ് ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. കാരണം നമ്മുടെ റിയർ വീൽ ഡ്രൈവ് താർ ആദ്യം ഇറങ്ങിയ സമയത്ത് 9.99 lakhsലാണ് അവർ ആ വണ്ടി ഇറക്കിയത്. അത് ഭയങ്കര അഗ്രസീവ് പ്രൈസിങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ താറിന് പെട്ടെന്നില്ലാത്തൊരു ഡിമാൻഡാണ് കുറച്ച് കാലത്തേക്ക് സൈലൻ്റ് ആയതിനു ശേഷം പിന്നെ അതിന് കയറി വന്നത്. അതായത് ഇനീഷ്യലി താർ 4x4 ലോഞ്ച് ചെയ്ത സമയത്ത് ഭയങ്കര ഡിമാൻഡായിരുന്നു. ഇഷ്ടംപോലെ ആൾക്കാർ ബുക്ക് ചെയ്തു. അത് സ്കോർപിയോനൊക്കെ ഇറക്കുന്ന സമയത്ത് അത് കുറച്ച് ലോ ആയിരുന്നു. പക്ഷേ 2023 സ്റ്റാർട്ടിങ്ങിൽ ഒരു റിയർ വീൽ ഡ്രൈവ് ഇറക്കിയതോടുകൂടി അത് പോയി. പിന്നെ എല്ലാ വണ്ടികൾക്കും ബുക്കിംഗ് വരുന്നതിൻ്റെ കൂടെ താറിനും ബുക്കിംഗ്സ് അതുപോലെ തന്നെ കയറി തുടങ്ങി. ഈ വണ്ടിയുടെ കേസ് ഇനിയിപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം മഹീന്ദ്രയുടെ ഈ വർഷം നടക്കാൻ പോകുന്ന ഒരു സിഗ്നിഫിക്കൻറ്റ് ലോഞ്ചാണിത്. ആൻഡ് നമ്മുടെ 2020 താർ ഇറങ്ങിയ പോലെ തന്നെ ഓഗസ്റ്റ് 15-നാണ് ഇതിവിടെ ഇറക്കാൻ പോകുന്നത്. അത് ലോഞ്ച് ആയിരിക്കുമെന്ന് എനിക്കറിയില്ല. ജസ്റ്റ് അൺവെയിലും അങ്ങനത്തെ പരിപാടി ആയിരിക്കും മിക്കവാറും. പ്രൈസൊക്കെ മഹീന്ദ്രയുടെ ഫൗണ്ടേഴ്സായ ഒക്ടോബർ 2-നൊക്കെ ചിലപ്പോൾ ചെയ്യാം. അത് നമുക്ക് നോക്കാം. കാരണം ഇനിയിപ്പോൾ സമയമുണ്ടല്ലോ. എന്തായാലും ഓഗസ്റ്റ് 15-ന് വണ്ടി നമുക്ക് കാണാൻ പറ്റും എന്നുള്ള കാര്യം ഉറപ്പാണ്. പണ്ടവർ മറ്റേ ഫ്രീഡം ഡ്രൈവ് ഒക്കെ നടത്തിയ വലിയ പ്രാവശ്യം ചെയ്യുമായിരിക്കും. ഗൈസ്, അപ്പോൾ ഇതാണ് പുതിയ താറിൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.